ഇലക്ഷൻ ജയിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കേരളീയം വഴിയായി, നവകേരള സദസ്സ് വഴിയായി ഒക്കെ എന്താണ് ശ്രമിച്ചത്? അതായത് 2 മാസത്തോളം സെക്രട്ടേറിയറ്റിനെ വിജനമാക്കിയിട്ടുകൊണ്ട് ഗവേണൻസിന്, ഭരണത്തിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നാട് ചുറ്റി നടന്ന് എല്ലാവരെയും കയ്യിലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. അതെപ്പോഴാണെന്ന് നമ്മൾ ഓർക്കണം. ഏതാനും മാസം അകലെ ഇലക്ഷൻ വന്നു നിൽക്കുമ്പോഴാണ്, ലോകസഭാ ഇലക്ഷൻ വന്നു നിൽക്കുമ്പോഴാണ്. അപ്പോൾ എന്തിനായിരുന്നു ഈ കേരളീയവും ഈ നവകേരള സദസ്സും ഒക്കെ ആയിട്ട് ഓടി നടന്നത്? തീർച്ചയായിട്ടും അത് ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് ഏത് മരമണ്ടനും മനസ്സിലാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇവർ രണ്ടുപേരും ജ്യേഷ്ഠനും അനുജനുമാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അവരുടെ 2 കൂട്ടരുടെയും കർമ്മ പദ്ധതികൾ തമ്മിൽ അത്ര സാദൃശ്യമാണ്. മനോഘടന തമ്മിലും വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ഇലക്ഷൻ വാഗ്ദാനങ്ങളുമായി ഇലക്ഷൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 3-ാം ഊഴം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുതന്നെയാണല്ലോ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെയും ആഗ്രഹം. അപ്പോൾ ഈ 3-ാം ഊഴം ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രി എല്ലാ ഈ സംസ്ഥാനങ്ങളിലും, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രചരണാർത്ഥം ചെല്ലുന്നുവോ അവിടെയൊക്കെ മെഗാ ഷോകൾ സംഘടിപ്പിക്കുന്നു. അതായത് വലിയ വാഗ്ദാനങ്ങൾ, ആയിരക്കണക്കിന് കോടിയുടെ വാഗ്ദാനങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്. ഈ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പം 37,000 കോടി അല്ലെങ്കിൽ 30,000 കോടി എന്നൊക്കെ പറഞ്ഞുള്ള ഈ വാഗ്ദാനങ്ങൾക്ക് ഇലക്ഷൻ തലേന്ന് ചെന്ന് നടത്തുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് 2-ാം ഊഴത്തിൽ ജയിച്ച് വന്ന ഉടനെ തന്നെ അദ്ദേഹം ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ ഇത്ര കോടിയുടെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഹായിക്കുന്നതാണ് പ്രത്യേകമായിട്ട് എന്ന് പറഞ്ഞ്, അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വഴി വരുന്ന ഫണ്ടല്ല, അതുപോലെ തന്നെ ബജറ്റ് വഴി വരുന്ന ഫണ്ടല്ല. അതിൻ്റെ ഒന്നും സമയമല്ലല്ലോ ഇപ്പോൾ ഇലക്ഷൻ തലേന്നാണ്. അപ്പോൾ ആ സമയത്തെ പാക്കേജസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പാക്കേജസാണ്, ഇലക്ഷൻ പാക്കേജസാണ്. അങ്ങനെയുള്ള ഇലക്ഷൻ പാക്കേജസ് ഡിക്ലെയർ ചെയ്യുന്നത് ഫ്രീ ബി അല്ലേ? അതായത് ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഫ്രീ ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6,000 കോടി രൂപ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഏതിനെയും നമുക്ക് ഫ്രീ ബി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ തലേന്നുള്ള ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ, ഞാനിങ്ങനെ ഇത്ര 1000 കോടിയുടെ വാഗ്ദാനം നിങ്ങൾക്ക് നൽകുന്നു എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇലക്ഷന് മുൻപ് അത്രയും പണമൊന്നും ചിലവഴിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം അതൊക്കെ ആ ഫ്രീ ബിയുടെ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടതാണ്. ഇനി അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണോ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഉദാഹരണത്തിന് 2019 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മോദി ഏതൊക്കെ അടവുകൾ പയറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പുൽവാമ ആക്സിഡൻറ്റിലേക്കാണ്. അന്ന് അതായത് ജമ്മു കാശ്മീരിൽ പുൽവാമ എന്ന സ്ഥലത്ത് 40 ഇന്ത്യൻ ഭടന്മാരാണ് ഭീകരാക്രമണം കൊണ്ട്, ജെയ്ഷെ ഭീകരാക്രമണം കൊണ്ട് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്താണ് ഓർക്കേണ്ടത്? അതായത് ഈ സാധാരണ രീതിയിൽ ഇന്ത്യൻ എയർഫോഴ്സോ ഇന്ത്യൻ നേവിയോ ഇന്ത്യൻ ആർമിയോ ആര് തന്നെയാണെങ്കിലും അവരുടെ ജവാന്മാരെ കൂട്ടത്തോടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അത് എയർക്രാഫ്റ്റ് വഴിയാണ് മാറ്റാറുള്ളത്. കാരണം പതിയിരിക്കുന്ന ഈ പറയപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ പോലെയുള്ളവർ എപ്പോഴും കാശ്മീരിൻ്റെ താഴ്വരകളിൽ അത്തരം സാന്നിധ്യമുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എയർക്രാഫ്റ്റ് വഴിയായിട്ട് ഇവരെ അയക്കുന്നത്. കാരണം ഒരു തയ്യാറെടുപ്പിനുള്ള സമയമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ അന്ന് ഇങ്ങനെ ഈ 5 എയർക്രാഫ്റ്റുകളാണ് അങ്ങനെ ഈ ജവാന്മാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് നിഷേധിച്ചു. ഈ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നരേന്ദ്രമോദി, അതായത് ജിം കോർബറ്റ്
ദേശീയ ഉദ്യാനത്തിൽ ഏതോ ചെറു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയുക, അതിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. ആ സമയത്ത് സത്യപാൽ മാലിക്, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സത്യപാൽ മാലിക് ആയിരുന്നു ജമ്മു കാശ്മീരിലെ ഗവർണർ. അദ്ദേഹം ബഹുമാനപ്പെട്ട മോദിജിയെ പിന്നെ അറിയിക്കേണ്ട രീതിയിൽ രഹസ്യമായിട്ട് അറിയിച്ചു. ഇവിടെ 350, 400, 450 കിലോഗ്രാം എന്താ പറയുക, പിന്നെ ഈ അതായത് സ്ഫോടക വസ്തുക്കളുമായിട്ട് ഭീകരർ റോന്തു ചുറ്റുന്നുണ്ട് ഈ പറയപ്പെട്ട പുൽവാമ മേഖലയിൽ ഏതാനും ആഴ്ചകളായിട്ട്. ഇൻ്റലിജൻസ് വീഴ്ചയുണ്ട് എന്ന് ഇദ്ദേഹം നേരിട്ട് അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജി എന്തു പറഞ്ഞു എന്നറിയാമോ? കീപ് മം, അനങ്ങരുത്, മിണ്ടരുത്, നിങ്ങളെ ഞാൻ അപ്പോയിൻ്റ് ചെയ്ത ഗവർണറാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. പിന്നെ സത്യപാൽ മാലിക് മിണ്ടിയില്ല. എന്നിട്ടാണ് ഈ എയർക്രാഫ്റ്റ്, അതായത് 5 എയർക്രാഫ്റ്റുകൾ സൈന്യങ്ങളെ നീക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അത് കൊടുത്തില്ല. അവസാനം അവരെ പിന്നെ സൈന്യത്തിൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന വഴിക്കാണ് 40 ജവാന്മാർ വീരമൃത്യു വരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടും അനങ്ങാതെ വെയിറ്റ് ചെയ്ത് 40 ജവാന്മാരുടെ വീരമൃത്യുവിന് സാക്ഷ്യം മനഃപൂർവ്വം സാക്ഷ്യം വഹിച്ചു എന്ന് വേണം നാം ഇവിടെ പറയാനായിട്ട്. അതിനുശേഷമാണ് ഫാരാക്കോട് തിരിച്ചടി ആർട്ടിഫിഷ്യലായിട്ട് തിരിച്ചടി സൃഷ്ടിച്ചു. പക്ഷേ അത് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചടി സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ 2019 ഇലക്ഷനിൽ വളരെയധികം വോട്ടുകൾ ഇന്ത്യയിൽ നേടാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദി വോട്ട് നേടാൻ വേണ്ടി ഏത് തരത്തിലുള്ള കളിയും കളിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വേറൊന്ന് നമുക്ക് എപ്പോഴും നാം ന്യൂസ് വയ്ക്കുമ്പോൾ കേൾക്കുന്ന ഒന്നാണ്, 80 കോടി ജനത്തെ ഞാൻ ജനത്തിന് ഞാൻ ഫ്രീ ആയിട്ട് ആഹാരം നൽകുന്നു എന്ന് നരേന്ദ്രമോദി പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതെന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന്? 2013 രണ്ടാം UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ആ ആക്ട് പ്രകാരം, ആ ആക്ടിൽ എന്താണ് പറയുന്നത്? ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ ഇന്ത്യയിലെ 68% ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യ എണ്ണ എന്നിവ നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് അവരുടെ ജന്മാവകാശം പോലെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള 68% ജനങ്ങളുടെ. എന്താ ഈ 68% ജനങ്ങളുടെ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്? അതായത് താഴെ തട്ടിലുള്ള 68% ജനങ്ങളെ ഇവിടെ, അതായത് മേൽത്തട്ടിലുള്ള ബാക്കി ജനങ്ങൾക്ക് ഒരുപക്ഷെ പറന്ന് ഇന്ത്യ വിട്ടുപോയി ആഹാരം കഴിക്കാൻ പോലും ത്രാണി കാണും. പക്ഷേ അത് ത്രാണിയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണമെന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. ആ നിയമപ്രകാരം നമ്മൾ 2020-21 കാലഘട്ടത്തിലെ കോവിഡ്, അന്ന് ഇന്ത്യ മുഴുവനും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അടച്ചിട്ടിരുന്ന ആ ലോക്ക്ഡൗൺ കാലത്ത് ലഭ്യമല്ലായിരുന്നു. ആകെ ലഭ്യമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലുകൾ മാത്രമായിരുന്നു. അങ്ങനെ സമസ്ത മേഖലകളും അടച്ചിട്ടിരുന്ന, ഇക്കോണമി സ്തംഭിച്ച് നിന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ എല്ലാവരും, നമുക്കറിയാം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മരിച്ചു പോകുമായിരുന്നു പട്ടിണി കിടന്ന്. ആ 2013 UPA സെക്കൻഡ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. അത് മോദി ഗവൺമെൻറ്റിന് ലംഘിക്കാൻ കഴിയുകയില്ല. അങ്ങനെ മോദി ഗവൺമെൻറ് ആ സമയത്ത് ഈ പറയപ്പെട്ടത് 80 കോടി എന്ന് പറയണേ നമ്മുടെ ജനസംഖ്യയുടെ 168% ഓർക്കണം. 80 കോടിയുടെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയായിരിക്കും. നമ്മുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയാമല്ലോ? 142,86,00,000. അതിൻ്റെ 68% എത്രയാണ് എന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ 142,86,00,000 ജനം
ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ 68% ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആ നിയമം അനുശാസിച്ചാണ് കോവിഡ് കാലത്ത് എല്ലാവർക്കും അരിയും ധാന്യങ്ങളും കൊടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, ആ അരിയും ധാന്യങ്ങളും അങ്ങനെ ഇവിടെ ഫ്രീ ആയി കിട്ടിയ അരിയും ധാന്യങ്ങളും കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ആക്കി മാറ്റി. കമ്മ്യൂണിറ്റി കിച്ചണാക്കി മാറ്റിയത് ആരാ? കേരളത്തിലെ കുടുംബശ്രീ സ്ത്രീകൾ, കുടുംബശ്രീ വനിതകൾ. അങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചണും അത് കിറ്റാക്കി മാറ്റിയതാരാണ്? റേഷൻ കടക്കാർ. ആ റേഷൻ കടക്കാർ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാണ്? അത് കിറ്റാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്ത ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്ന 40 കോടി ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ റേഷൻ കടക്കാർ ബഹളം ഉണ്ടാക്കുന്നത്. അവർ പറഞ്ഞതാണ് അവർ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും സമരത്തിലേക്ക് പോകും, ക്രിസ്മസിന് റേഷൻ കടകൾ തുറക്കില്ല എന്നൊക്കെ. പക്ഷേ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവരെ പാസിഫൈ ചെയ്ത് വശത്താക്കി അവർ റേഷൻ കടകൾ തുറന്നിരുന്നു. കാരണം അവർ മനുഷ്യരാണല്ലോ, അവർക്ക് സാധാരണ ജനങ്ങളോടൊരു സഹാനുഭൂതി കാണും. പട്ടിണി കിടത്തരുത് പാവപ്പെട്ടവരെ എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണും. അതുകൊണ്ടാണ് അവർ റേഷൻ കടകൾ തുറന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ 68% ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിയമം അനുസരിച്ചാണ് 80 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തത്. അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള മാർഗം, അതായത് ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും ഫ്രീ ആയി കൊടുത്തത് നമ്മുടെ കോവിഡ് കാലത്ത്. അത് കോവിഡ് കാലത്തെന്ന് പറഞ്ഞാൽ അത് കോവിഡിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് 2022 മാർച്ച് വരെ 2022 ഡിസംബർ വരെ ആ പദ്ധതി മോദി ഗവൺമെൻറ് തുടങ്ങി എന്നുള്ളത് മോദി ഗവൺമെൻറ് നന്മ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തുടർന്ന ആ പദ്ധതി പ്രകാരമാണ് നമ്മുടെ ഇവിടെയും ആ സമയത്തെല്ലാം വളരെ സമ്പുഷ്ടമായിട്ട് എന്താണ് പറയുക, വേണ്ട രീതിയിൽ റേഷൻ കടകൾ വഴി ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ വരവിന് കളമൊരുങ്ങിയതും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ നിയമത്തിൻ്റെ സഹായത്താലാണ് ഭക്ഷ്യസുരക്ഷാ ആക്ട് 80 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ മോദിജി എന്താ ഓരോ ദിവസവും നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ അതിൽ പറയുന്നത്, ഞാൻ 80 കോടി ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു. എവിടുന്നാണ് മോദിജി 80 കോടി ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്? ഈ നാട്ടിലെ എന്താണ് നെല്ലും ഗോതമ്പും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളിൽ നിന്ന് സംഭരിക്കുന്നതിന് കൊടുക്കുന്ന പണം ആരുടെ പണമാണ്? ഇവിടുത്തെ നികുതിദായകർ നൽകുന്ന പണം, ഞാനും നിങ്ങളും നൽകുന്ന പണം കൊടുത്താണ് ആ ധാന്യം അത്രയും സംഭരിക്കുന്നത്. അങ്ങനെ സംഭരിക്കുന്ന ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങൾ, ഈ പയറുവർഗ്ഗങ്ങൾ 24 ഐറ്റംസാണ് ഇന്ത്യയിൽ സംഭരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതിൻ്റെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ സംഭരിക്കുന്നത് 24 ഉൽപ്പന്നങ്ങളാണ്. അതിൽ 21 ഉൽപ്പന്നങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ്. അത് പയറുവർഗ്ഗങ്ങളാകാം, അതുമല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളാകാം. അങ്ങനെ സംഭരിക്കുന്നത് നമ്മുടെ പണം കൊടുത്ത്, നമ്മുടെ സാധാരണക്കാരുടെ നികുതി പണം കൊടുത്ത് സംഭരിക്കുന്നത്, അങ്ങനെ സംഭരിച്ചുണ്ടാക്കുന്നത്, അതൊക്കെ നിയമം നേരത്തെ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ നരേന്ദ്രമോദി എപ്പോഴെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സൗജന്യം കൊടുക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് പോലെയുള്ള ആക്റ്റുകൾ, അതായത് ഇവിടുത്തെ ജനങ്ങളെ തന്നെ തട്ടുതിരിച്ച് ജാതി തിരിച്ച് നിർത്താനുള്ള നിയമങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ അദ്ദേഹം. അതല്ലാതെ ഇത്തരം മനുഷ്യസ്നേഹപരമായ ഒരു നിയമവും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണല്ലോ 2005 UPA ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി. അതും കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്, അതും കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താണ് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി, കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ആക്ട്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിക്കുന്ന വലിയ വലിയ വാഗ്ദാനങ്ങൾക്ക് പിറകിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇനി അതുപോലെ വീണ്ടും നമുക്ക് നോക്കാം. ഇദ്ദേഹം പറയുന്നു, ഞാൻ NRHM, ഞാൻ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കൊടുത്ത് പാവപ്പെട്ട മനുഷ്യരെ അവർക്ക് ചികിത്സാ സൗകര്യത്തിന് 5 ലക്ഷം വരെ ഇൻഷുറൻസ് കൊടുക്കുന്നു എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് മറ്റൊരു പൊളിയാണ്, വലിയ കള്ളമാണ്. ഉദാഹരണത്തിന് ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികൾക്കാണ് അതിൻ്റെ പ്രയോജനം കൂടുതൽ കിട്ടുന്നത് എന്ന് മാത്രം. ഈ ഇൻഷുറൻസ് പദ്ധതിയും NRHM UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് തുടരുന്നു എന്നുള്ളതാണ്. തുടരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട രീതിയിൽ ഇത് തുടരുന്നില്ല, ഇതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് 2017 ദേശീയ
ആരോഗ്യ നയം ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് 2017 ദേശീയ ആരോഗ്യ നയം. എന്താണ് ആ ദേശീയ ആരോഗ്യ നയത്തിൻ്റെ പ്രത്യേകതകൾ? ആ ദേശീയ ആരോഗ്യ നയം പറയുന്നത് 2020 ആകുമ്പോഴേക്കും GDPയുടെ 2% എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിലാണല്ലോ GDPയെ പറ്റി പറയുക. GDPയുടെ 2% ആരോഗ്യരംഗത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ 2022 ആകുമ്പോഴേക്കും GDPയുടെ 2% ആരോഗ്യ രംഗത്തിന് വേണ്ടി കേന്ദ്രം മാറ്റിവെക്കണം. അതുപോലെ 2020 ആകുമ്പോഴത്തേക്കും GSDPയുടെ അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 8% കുറയാതെ സംസ്ഥാനങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇത് രണ്ടും നിയമം പാസ്സാക്കിയതല്ലാതെ ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നതിന് എന്താ തെളിവ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൂ. അതിനുത്തരം ഞാൻ പറയാം. നിങ്ങൾ ഓർമ്മിക്കുക, കോവിഡ് കാലത്ത് വടക്കേ ഇന്ത്യൻ നദികളിൽ ശവശരീരങ്ങൾ ഒഴുകി നടന്നത് നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് ശവശരീരങ്ങൾ ഒഴുകി നടന്നത്? ഈ ഈ ദേശീയ ആരോഗ്യ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ GDPയുടെ 2% ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചു കേന്ദ്രം, അതുപോലെ 8% സംസ്ഥാനങ്ങളും ചെലവഴിച്ചിരുന്നുവെങ്കിൽ എല്ലാ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും മറ്റതുപോലെയുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും ഉണ്ടായേനെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് വ്യാപിച്ച വേളയിൽ അവർക്കെല്ലാം ആ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ ഓക്സിജനും ചികിത്സയും കിട്ടുമായിരുന്നു. അവരാരും മരിക്കേണ്ടി വരില്ലായിരുന്നു. അവരുടെ ഡെഡ് ബോഡികൾ പുഴകളിലൂടെ ഒഴുകി നടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ ഏറ്റവും നല്ല തെളിവാണ് നരേന്ദ്രമോദി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്തിനാണ് വേണ്ടത്? അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദി നമ്മളെ സമയാസമയം ഓരോ ഇലക്ഷൻ്റെ തലേന്നും വന്ന് ഇതുപോലെയുള്ള സുന്ദര വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാഗ്ദാനമാണ് 6000 രൂപ വീതം ഞാൻ 1 വർഷം കർഷകർക്ക് കൊടുക്കും. ഏത് കർഷകർക്കാണ് കൊടുക്കുക? നാമമാത്ര ചെറുകിട കർഷകർക്ക്, അതായത് 2 ഹെക്ടറിൽ താഴെ നെൽകൃഷിയുള്ള ഏതെങ്കിലും കൃഷി ഉള്ളവർക്കാണ് ഈ 6000 രൂപ വീതം കൊടുക്കും എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃഷിയുടെ സമയത്ത് ഭരണത്തിൽ വരുമ്പോൾ കൃഷിയുടെ സമയത്താണ്, കൃഷിക്ക് തൊട്ട് മുൻപാണ് അങ്ങനെ 3 ഗഡുക്കളായിട്ട് ഈ പണം കൊടുക്കുന്നതെങ്കിൽ അത് കൃഷിയിൽ വ്യാപിപ്പിക്കും, കൃഷിയിൽ ചെലവഴിക്കും. അതുകൊണ്ട് കൃഷിയിൽ മാറ്റമുണ്ടാകും. പക്ഷേ ഇതെവിടെയാണ്? ഇത് ഇലക്ഷൻ വരുമ്പോഴാണ് 6000 രൂപ വീതം കൊടുത്ത് സഹായിക്കുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലിരിക്കുന്നത്? ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇന്ത്യയുടെ കൃഷിയെ വികസിപ്പിക്കുക, ഇന്ത്യയുടെ ഏതെങ്കിലും രംഗത്ത് മാറ്റമുണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം ഇലക്ഷൻ വാഗ്ദാനങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ പരമമായ തെളിവാണ്. കർഷകൻ 6000 രൂപ അവൻ എന്തു ചെയ്യും? കള്ളു കുടിക്കുന്ന കർഷകനാണെങ്കിൽ കൊണ്ടുപോയി അതുകൊണ്ട് സുഖമായിട്ട് കള്ളു കുടിക്കും. ഇതുപോലെയാണ് ഈ എറിഞ്ഞു കൊടുക്കുന്ന പണം ചെലവഴിക്കപ്പെടുക. അതുകൊണ്ട് ഇത്തരം ആവർത്തിച്ചുള്ള വാഗ്ദാനങ്ങളിൽ വീണ് നമ്മുടെ വോട്ട് പാഴാക്കി കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് അപേക്ഷിക്കാനുള്ളത്.